തീർച്ചയായിട്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാനിതിനെ കാണുന്നത് പാകിസ്ഥാൻ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് വലിയ അപകടത്തിലായിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അല്പം മുമ്പ് അവസാനിച്ച കേന്ദ്ര മന്ത്രിസഭയുടെ പ്രത്യേക സമിതി ആ യോഗം ഒരു ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ. സിന്ധു നദീജല കരാറ് തൽക്കാലം മരവിപ്പിക്കാൻ തന്നെ ഔദ്യോഗികമായി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വേൾഡ് ബാങ്കിനെ അറിയിക്കാനും പോകുന്നു. കാരണം വേൾഡ് ബാങ്കിൻ്റെ ഒരു മധ്യസ്ഥതയിലാണ് 1960 ഈ സിന്ധു നദീജല കരാർ ഉണ്ടാകുന്നത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ. അപ്പോൾ അവരെ ഔദ്യോഗികമായത് അറിയിച്ചുകൊണ്ട് ആ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ചെറിയ തീരുമാനമല്ല, ഇത് വലിയൊരു തിരിച്ചടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഈ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നതിന് ശേഷം അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? അവർ പറഞ്ഞത് any attempt to stop or divert the flow of water belonging to Pakistan will be considered as an act of war and responded with full force എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഏതെങ്കിലും തരത്തിൽ സിന്ധു നദീജലം തടയാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചാൽ അതിനെ ഒരു ആക്ട് ഓഫ് വാർ ആയിട്ട് കാണും എന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. വാർ എന്ന ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യുദ്ധം തന്നെയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കണക്കാക്കാൻ പോകുന്നത് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ പറയുന്നത്? പ്രശ്നം എന്താണെന്നറിയാവോ? ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ സിന്ധു നദിയിൽ നിന്നുള്ള ജലം കിട്ടാതെയായാൽ. കാരണം എന്താ? പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. ആ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഊന്നിയാണ് പാകിസ്ഥാൻ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധു പ്രവിശ്യ എന്ന് പറയുന്നത് വലിയ കാർഷിക ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ഈ സിന്ധു നദിയിൽ നിന്നുള്ള ജലം എത്തുന്നത്. അപ്പം ആ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജലം അങ്ങോട്ടേക്ക് എത്താതെ ഇരുന്നാൽ വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് ആ രാജ്യം പോവുക. അത് ആ രാജ്യത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെ എന്ന്. സ്വാഭാവികമായിട്ടും കാർഷികോൽപ്പന്നങ്ങളാണ് അവരുടെ വ്യാപാരം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള വ്യാപാര ഉൽപ്പന്നം എന്ന് പറയുന്നത് ഈ കാർഷികോൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് അവരുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ അത് ബാധിക്കും. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയെയും കുടിവെള്ളത്തെയും ഒക്കെ ബാധിക്കും. നോക്കൂ, ഒരു രാജ്യം ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പാകിസ്ഥാൻ വലിയ അപകടത്തിലായിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. അന്ന് നമ്മൾ ഈ പറയുന്ന നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല. 1971 യുദ്ധമുണ്ടായി. 1999 യുദ്ധമുണ്ടായി. ഈ 3 സമയത്തും നമ്മൾ നദീജല കരാർ നിർത്തലാക്കി വെച്ചിട്ടില്ല. അതുപോലെ തന്നെ പല സമയങ്ങളിൽ ഭീകരാക്രമണങ്ങളുണ്ടായി. എന്തിനേറെ പറയുന്നു, 2001 ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിച്ചു. എന്നിട്ട് പോലും നമ്മൾ ആ രീതിയിലൊരു തീരുമാനമെടുത്തിട്ടില്ല, ഈ നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഇന്ത്യൻ സർക്കാർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക്. ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആൾനാശം ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ പറയുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് വഴി, ആ ജലം കിട്ടാതിരിക്കുന്നത് വഴി പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ടൊരു വിദേശയാത്ര നടത്തുന്നത് 2004 പാകിസ്ഥാനിലേക്കാണ്, ഇസ്ലാമാബാദിലേക്കാണ്. 2004 സാർക്ക് ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഇസ്ലാമാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഫീൽ ചെയ്തു തുടങ്ങും. അത്ര ദാരിദ്ര്യത്തിലാണ് ആ ജനത എന്ന് പറയുന്നത്. ഇസ്ലാമാബാദ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് സിറ്റിയാണ്. ഒരു 2 സ്ക്വയർ കിലോമീറ്ററൊക്കെ ഉണ്ടാവുകയുള്ളൂ. അവിടെയൊക്കെ നമുക്ക് ഒരു വികസനമൊക്കെ തോന്നും. എന്നാൽ അവിടെ നിന്ന് പുറത്തേക്ക് നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കൂ. നിങ്ങൾ കറാച്ചിയിലേക്ക് യാത്ര ചെയ്ത് നോക്കൂ, റാവൽപിണ്ടിയിലേക്ക് യാത്ര ചെയ്ത് നോക്കൂ, പെഷാവറിലേക്ക് യാത്ര ചെയ്ത് നോക്കൂ. എങ്ങോട്ട് യാത്ര ചെയ്താലും ദുരിതം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഞാനൊരു കണക്ക് പറയാം. ഇന്ന് പാകിസ്ഥാനിൽ 40% പേര് പട്ടിണിയിൽ ജീവിക്കുന്നവരാണ്. അവർ ബിലോ പോവർട്ടി ലൈനാണ്. ചെറിയൊരു പ്രശ്നമല്ല. 40% ആളുകൾ ആ രാജ്യത്ത് പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. അങ്ങനെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, പാകിസ്ഥാനിലും രൂപയാണ് പാകിസ്ഥാനിലും കറൻസി എന്ന് പറയുന്നത്. ഇന്ത്യൻ രൂപ പോലെ തന്നെയാണ് പാകിസ്ഥാനിലും രൂപയാണ്. ആ രൂപയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഡീവാലുവേഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്നറിയാവോ? 177% ഡിവാലുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഇന്ത്യൻ രൂപ സമം 30 പൈസയാണ്. പാകിസ്ഥാൻ്റെ ഒരു രൂപയും പാകിസ്ഥാൻ്റെ ഒരു രൂപ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചിലവാക്കിയാൽ 30 പൈസയുടെ വാല്യൂ ഉള്ളൂ. ഇന്ത്യൻ റുപ്പിയുടെ 3 വാല്യൂ പോലും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കറൻസിക്കില്ല. ഇതാണ് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ രാജ്യം അങ്ങേയറ്റം വലിയ കടക്കണിയിലാണ്. ഇത് ലോക രാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ കടമുള്ള രാഷ്ട്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. എത്രയാണെന്നറിയാവോ അന്താരാഷ്ട്ര കടം പാകിസ്ഥാൻ്റെ? 28 ലക്ഷം കോടി രൂപയാണ്. 28 ലക്ഷം കോടി രൂപ കടമുള്ളൊരു രാഷ്ട്രമാണത്. അതായത് GDP-യുടെ 83% എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടമാണ്. അങ്ങനെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാത്തിനും അപ്പുറം ഇത്തരത്തിലൊരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഈ പറയുന്ന സിന്ധു നദീ ജല കരാറ് മരവിപ്പിക്കുന്നത് വഴി അങ്ങോട്ടേക്ക് ജലം കൊടുക്കാതിരിക്കുമ്പോൾ അതിനപ്പുറത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇല്ല.
അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് ഇതിനെ ഞങ്ങളൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് കാണുമെന്നുള്ളത്. എന്ന് മാത്രവുമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രാജ്യം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തികം മാത്രമല്ല. ഇപ്പം നമുക്കറിയാമല്ലോ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ മാസമാണ് അവിടുത്തെ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന വിഘടനവാദികൾ ജഫാർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയത്. ജഫാർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയിട്ട് 60 പേരാണ് അവിടെ മരിച്ചത്. ഈ ബലൂചിസ്ഥാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ്റെ ടോട്ടൽ ടെറിട്ടറിയുടെ 44% എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. 44% ഏരിയ എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ. അപ്പോൾ അവിടെ വലിയ വിഘടനവാദം നടക്കുകയാണ്. ആ ബലൂചിസ്ഥാൻ വിട്ടുപോയാലെന്ത അവസ്ഥയാണെന്നറിയാമോ? പാകിസ്ഥാൻ പകുതിയാകും. അതായത് 50% പോലും ഇല്ലാതാവും പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെയാണ് ക്യാൻഡിൽസ് കത്തിച്ചുകൊണ്ട് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രകടനം നടന്നിരിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാൻ ഒരു വലിയ വെല്ലുവിളിയായി നടക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഇതേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്താ ചെയ്തെന്നറിയാവോ? ഒരു വലിയ ബസ് തട്ടിക്കൊണ്ടുപോയി. ആ ബസ്സിൽ ആരാ സഞ്ചരിച്ചതെന്നറിയാവോ? സെക്യൂരിറ്റി പേഴ്സണൽസ് ആണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ വെല്ലുവിളിയല്ല ആഭ്യന്തരമായി പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഈ ജഫാർ എക്സ്പ്രസിൻ്റെ തട്ടിക്കൊണ്ടുപോകലുണ്ടല്ലോ, അവരുടെ മുഖം നഷ്ടപ്പെട്ടു. അവരുടെ മുഖം നഷ്ടപ്പെടുത്തിയ ഒരു സംഭവമായി പോയി. എന്ന് മാത്രമല്ല, ആ ത്രെട്ട് എന്ന് പറയുന്നത് ഒരേ സമയം ഇസ്ലാമാബാദിലെ ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ അവിടുത്തെ ആർമിക്കെതിരായിട്ടുമായിട്ടുള്ള ത്രെട്ടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജനറൽ അസീം അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടല്ലോ, ഈ അസീം മുനീറിൻ്റെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നോക്കൂ, ഇന്ത്യ അതിൻ്റെ മുഴുവൻ സൈന്യത്തെയും ഉപയോഗിച്ച് ശ്രമിച്ചിട്ടും പാകിസ്ഥാനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ ടെററിസ്റ്റുകൾ, ഈ ഭീകരവാദികൾ നമ്മളുടെ ഡെസ്റ്റിനിയെ കയ്യിലെടുക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ആ പ്രസംഗം ആരെ ഉന്നമിച്ചുകൊണ്ടായിരുന്നു? ഈ പറയുന്ന ഭീകരവാദികളെ ഉന്നമിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രവിശ്യയാണ്, പാകിസ്ഥാൻ്റെ 4ാമത്തെ പ്രവിശ്യയാണ് ഈ ഖൈബർ പങ്ക്തുവ എന്ന് പറയുന്ന സ്ഥലം. ഈ ഖൈബർ പങ്ക്തുവയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അത് അഫ്ഗാനിസ്ഥാനുമായി ബോർഡർ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അവിടെ ആരാണെന്നറിയോ അധികാരത്തിലിരിക്കുന്ന? അധികാരം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ സാമൂഹിക അധികാരം ആരുടെ കയ്യിലാണെന്നറിയാവോ? പാകിസ്ഥാൻ താലിബാൻ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ്. അവർ അഫ്ഗാൻ താലിബാനുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷം 1600 പേരാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്ത് ഒരു വർഷം 1600 സിവിലിയൻസ്, സാധാരണക്കാരായിട്ടുള്ള 1600 പേര്, സാധാരണക്കാരല്ല, അതിനകത്തൊരു കണക്കുണ്ട്, 1600 പേര് കൊല്ലപ്പെട്ടു. അതിൽ 700 പേര് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. സെക്യൂരിറ്റി പേഴ്സണൽസ് കൊല്ലപ്പെടുന്നു. അതായത് സിവിലിയൻസ് കൊല്ലപ്പെടുന്നു, സെക്യൂരിറ്റി പേഴ്സണൽസ് കൊല്ലപ്പെടുന്നു. ആരാതിൻ്റെ പിന്നിൽ? ഈ പറയുന്ന പാകിസ്ഥാൻ താലിബാൻസ് ആണ്. അവരാരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഇസ്ലാമാബാദിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അവരാരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? പാകിസ്ഥാൻ്റെ ആർമിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ രീതിയിലാണ് വലിയ ആഭ്യന്തര പ്രശ്നം നടക്കുന്നത്. POK, പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ നമ്മൾ പറയുന്ന പ്രദേശമുണ്ടല്ലോ, അവിടെ വലിയ റിവോൾട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ റിബൽസ് എന്താ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾ ഞങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാൻ സേനയുടെ ശവങ്ങൾ ഈ രാജ്യത്തെ, അതായത് പാകിസ്ഥാനിലെ ജലസംഭരണി ഡാമുകളിൽ പൊന്തും എന്നാണ് POKയിലെ റിബൽസ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, സാമ്പത്തികമായി വലിയ അരക്ഷിതത്വം ഉണ്ടായിരിക്കുന്നു, തകർച്ചയുണ്ടായിരിക്കുന്നു. ഒപ്പം ആഭ്യന്തരമായി വലിയ ലഹളകളുണ്ടാകുന്നു, ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നു. ഈ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പുൽവാമ അറ്റാക്കിന് ശേഷം നമ്മൾ ബാലാക്കോട്ടേക്ക് തിരിച്ചടിച്ചല്ലോ, അന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇമ്രാൻഖാൻ ആയിരുന്നു. ഇന്നിപ്പോൾ ഇമ്രാൻഖാൻ എവിടെയാണെന്നറിയാമോ? ജയിലിൽ കിടക്കുകയാണ്. ഇതാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ഈ ഷബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹം ഇസ്ലാമാബാദിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ല. പാകിസ്ഥാൻ്റെ വിദേശ നയം തീരുമാനിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻ പോളിസി തീരുമാനിക്കുന്നത് റാവൽപിണ്ടിയിലെ ഈ പറയുന്ന പട്ടാളത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നിട്ട് ഈ അസീം മുനീർ എന്ന് പറയുന്ന ആളാണ്. അസീം മുനീർ സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അദ്ദേഹം ഇസ്ലാമാബാദിൽ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയൊരു പ്രസംഗമാണല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ അവിടെ പ്രസംഗിച്ചത്? നോക്കൂ, നമ്മൾ രണ്ടുപേരും, അതായത് ഇന്ത്യയും പാകിസ്ഥാനും 2 രാഷ്ട്രങ്ങളാണ്. ഹിന്ദുക്കളിൽ നിന്ന് പൂർണ്ണമായും ഭിന്നരാണ് നമ്മൾ. നമ്മളുടെ ട്രഡീഷൻ കൊണ്ട്, നമ്മുടെ കസ്റ്റം കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ടൊക്കെ നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ അഭിസംബോധനയിൽ പറയുന്നതാണ് അദ്ദേഹം, പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ ജന്മം കൊണ്ടത് എന്ന് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഈ രാഷ്ട്രത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി ആണെന്നാണ് അതിൽ. അതെ, എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്? അദ്ദേഹം സെൻട്രൽ സ്റ്റേജിലേക്ക് വരികയാണ്. കാരണം ഒരു സർക്കാർ അവിടെയുണ്ട്, ആ സർക്കാരോട് ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, ബലൂചിസ്ഥാനിലെ അറ്റാക്ക്, അതേപോലെ തന്നെ POKയിൽ നിന്നുള്ള അറ്റാക്ക്, ഈ പറയുന്ന ഖൈബറിൽ നിന്നുള്ള അറ്റാക്ക്, ഇതൊക്കെ കൊണ്ട് മുഖം നഷ്ടപ്പെട്ട പട്ടാളത്തിൻ്റെ മുഖം തിരിച്ചു പിടിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേജ് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. എന്നിട്ട് പറയുന്നൊരു കാര്യമാണല്ലോ ഈ പറഞ്ഞ കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലെ ഞരമ്പാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതികരണമുണ്ട്. എന്താ പ്രതികരണം എന്നറിയാമോ? മറ്റൊരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ എങ്ങനെയാണ് വേറൊരു രാജ്യം അതിൻ്റെ കഴുത്തിലെ ഞരമ്പായിട്ട് കാണുക? അപ്പോൾ മനഃപൂർവ്വമാണത് പറയുന്നത്. എന്തുകൊണ്ടാണ്? നോക്കൂ, ഇന്ത്യക്കെതിരായൊരു വികാരം ഉണ്ടാക്കുന്നു. ആ ഇന്ത്യക്കൊരു എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാനെ ഒരുമിച്ച് നിർത്താനോ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഡൈവേർഷൻ നടത്താനോ ആണ് യഥാർത്ഥത്തിൽ അസീം മുനീർ ശ്രമിച്ചത്. അത് ശരിയായി. പക്ഷേ അതിൽ നിന്ന് ഒരു സൂചനയുണ്ട്. എന്താണ്? കാശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കഴുത്തിലെ ഞരമ്പാണ് എന്ന് പറയുമ്പോൾ കാശ്മീരിലുള്ള ആളുകൾക്ക്, ചില ഭീകരവാദികൾക്ക് കൊടുക്കുന്നൊരു
സന്ദേശമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം പിന്നെ ഫലം കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഈ പറയുന്ന ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത്. ആ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായതോടുകൂടി എന്താ സംഭവിച്ചിരിക്കുന്നത്? പാകിസ്ഥാനിൽ ഇപ്പോൾ കുറേയൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒന്ന് ശമിച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങനെ ശമിക്കാൻ പോകുന്നില്ല. നോക്കൂ, ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുക, ക്ഷമിക്കണം, അത് ക്യാപ്റ്റൻ അബേയൻസ് എന്നാണല്ലോ പറയുന്നത്, മരവിപ്പിച്ചിരിക്കുകയാണ്. ആ മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ആ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ വലിയ അപകടത്തിലായിരിക്കും. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പിന്നെ ഈ ക്ലാഷസ് ഉണ്ടല്ലോ, ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെടിവെപ്പ്, ചില കൊലപാതകങ്ങൾ, ഈ തയ്യാറെടുപ്പുകൾ, സൈനിക അഭ്യാസം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഇന്ത്യ നടത്തിയിട്ടൊരു മൂവാണ് ഈ പറയുന്ന ഈ നദീജല കരാർ തൽക്കാലം മരവിപ്പിക്കുക എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ വലിയ അപകടത്തിലേക്ക് പോകുന്നു. നമുക്കറിയാമല്ലോ, ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഒരു ടേക്ക് ഓവറൊക്കെ പാകിസ്ഥാൻ സംഭവിക്കാം. ആർമി അങ്ങനെയാണല്ലോ. ഇപ്പം നേരത്തെ നവാസ് ഷെരീഫ് ഉണ്ടായിരുന്ന സമയത്ത് എന്താ ചെയ്തത്? പർവേസ് മുഷറഫ് ആ സർക്കാരിനെ അട്ടിമറിച്ചു. പർവേസ് മുഷറഫ് ആയിരുന്നല്ലോ അന്ന് പട്ടാള മേധാവി. എന്നിട്ട് പർവേസ് മുഷറഫ് കയറി ഭരിച്ചു. പിന്നീട് പർവേസ് മുഷറഫ് പുറത്താക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് അടുത്ത ജനറലുമായിട്ടായിരുന്നു ഉടക്ക്, കായനിയുമായിട്ടായിരുന്നു പിന്നെ ഉടക്കെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെന്താ? ഷബാസ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹവും ഈ ജനറൽ അസീം മുനീറുമായിട്ട് മുഖാമുഖം നിൽക്കുകയാണ്. ഏത് സമയത്താണ് പട്ടാളം അവിടെ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ആ അർത്ഥത്തിലൊക്കെ വളരെ ഇൻസ്റ്റബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ. അത് പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആണ്. അതുപോലെ വലിയ ഇൻസർജൻസീസ് ഉണ്ട്. ഛിന്ന ഭിന്നമാകാനായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ ഒറ്റക്കെട്ടാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു അവസാന ശ്രമം എന്നുള്ള നിലയ്ക്കാണ് അസീം മുനീർ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ വളരെ തന്ത്രപൂർവ്വമായിട്ടാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെയും പറഞ്ഞത്, ഇതൊരു വാറിലേക്ക് എക്സ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ നടത്തിയിരിക്കുന്ന ഒരു വളരെ സ്ട്രാറ്റജിക്കലായ മൂവ് ഉണ്ട്. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുടിവെള്ളം മുട്ടിച്ചു കളയുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ എപ്പോഴും അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അറിയാമോ, പാകിസ്ഥാൻ്റെ ഭരണകൂടവുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുമ്പോഴൊക്കെ പാകിസ്ഥാൻ ജനതയോട് ഇന്ത്യ ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ആ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത്. അവിടെ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ ദാരിദ്ര്യം എത്രമാത്രമാണെന്നുള്ളത്. അപ്പോൾ അവരാരും തന്നെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ആ മനുഷ്യരാരും ഇന്ത്യക്കെതിരായിട്ടുള്ള മനുഷ്യരുമല്ല. അവരൊക്കെ അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഈ സർക്കാരിനെതിരെ പഴി പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇവർ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് ഈ ഇന്ത്യക്കെതിരായി പ്രതിരോധം തീർക്കാനാണ്. മോസ്റ്റ് ഓഫ് ദി ബജറ്റിൻ്റെ ഈ പറയുന്ന അലോക്കേഷനിൽ ഏറ്റവും കൂടുതൽ പൈസ മാറ്റിവെക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പറയുന്ന ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധനീക്കമാണ്, ഞങ്ങൾ കാശ് കൊടുക്കാറുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ആ മനുഷ്യർ വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരോടുള്ളൊരു കരുതലിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 65-ലെ യുദ്ധത്തിലാണെങ്കിലും 71-ലെ യുദ്ധത്തിലാണെങ്കിലും 99-ലെ യുദ്ധത്തിലാണെങ്കിലും പിന്നീട് നടന്ന ഭീകരാക്രമണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലും നമ്മൾ ഇത്തരത്തിലുള്ളൊരു കടുത്ത നടപടി എടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ അപകടത്തിലായിരിക്കുന്നു എന്നാണ്. അതായത് ഒരു ചെറിയ അറ്റാക്ക് 26 പേര് മരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. 1600 പേര് ഒരു വർഷം കൊല്ലപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. അത്രയേറെ പ്രതിസന്ധികളിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. 26 ജീവൻ നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കം എന്ന് പറയുന്നത് ഈ നദീജല കരാർ മരവിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ മരവിപ്പിക്കൽ പാകിസ്ഥാനെ രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. Meet the editors.